അപ്പു സാറോ? വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇരിക്കൂ. രണ്ടു കൂട്ടരുടെയും പിറകില് നാട്ടിലെ കൊള്ളാവുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല. കേസ് ചാർജ് ചെയ്യാൻ എന്റെ പണിക്കാർ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർക്ക് താമസിക്കാൻ ഞാൻ എടുത്തു കൊടുത്ത മുറിയില് ഇടിച്ചു കയറി ചെന്ന് വഴക്കുണ്ടാക്കിയത് ഇവനാ. വേണ്ട, വിസ്തരിച്ചാൽ കൂടുതൽ വഷളാവും. അർദ്ധരാത്രിക്ക് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുക, പിടിച്ചു വെക്കുക, നിർബന്ധിച്ച് പ്രമാണത്തിൽ ഒപ്പിടി വെക്കുക, ഇതൊക്കെ വകുപ്പ് വേറെയാ. ഇവിടെ കൊണ്ടൊന്നും നിൽക്കൂല. എന്റെ ഭഗവതി, ഞാൻ ആരെയും വിളിച്ചിറക്കിയതുമില്ല, പിടിച്ചു വെച്ചതുമില്ല, ഒപ്പിടിച്ചതും ഇല്ല. അങ്ങനെ വല്ലതുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യോ? ഊണൂര് വിട്ടോണ്ട് നട്ടാക്കിളിക്കാത്ത നുണ പറയാതോ പീറ നമ്പൂരി. അപ്പു സാർ എന്ത് വിളിച്ചാലും ഞാൻ കേൾക്കും. സാറ് തറവാടിയാണ്. അതുപോലെയാണോ ഇവൻ ഈ തന്തയ്ക്ക് പറക്കാത്ത? മതി മതി, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി എന്റെ സ്വഭാവം മാറും. കേസ് ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് ചെയ്യാം, ജാമ്യത്തിൽ ഇറക്കാൻ വക്കീലിനെ വിടാം. അതല്ല വിട്ടയക്കാം എന്നാണെങ്കിൽ വൈകിക്കണ്ട. വിളിച്ചോണ്ട് പോയിക്കോ. പിന്നെ പണിക്കാര് പണിയെടുത്താൽ മാത്രം മതി, വെറുതെ എനിക്ക് പണിയുണ്ടാക്കരുതേ. ഇത് എത്രാമത്തെ പ്രാവശ്യമോ പോയിന്നും കുട്ടി? ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തെ തെക്കുവടക്ക് നടത്തുന്ന ഒരു മര്യാദ വേണ്ടേ? ഞാൻ ആരോടും പറഞ്ഞില്ല വരാനും ജാമ്യത്തിൽ ഇറക്കാനും. ഇപ്പൊ പറഞ്ഞ അഹങ്കാരത്തിന് നല്ല ചുട്ട അടിയാണ് മറുപടി. സാരമില്ല, ഗോതമ്പുട്ടി പൊക്കോട്ടെ, ഇന്ന് അവന്റെ പിറന്നാളാ. നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ കണ്ട സ്ഥലം. വാരഫലം കൊള്ളാം. പൊയ്ക്കോ. മേലിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് നീ ഈ രൂപത്തിലായിരിക്കല്ലേ എവിടെ നിന്ന് പോകുന്നത്? പോക്കിരിത്തരം കണ്ട കൈയും കെട്ടി നോക്കിയേക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ സാറിന്റെ ഈ വീര്യം കാണിക്കേണ്ട അവരോടാണ്. ഇപ്പോൾ നീ എന്നെ പഠിപ്പിക്കാ? ഉണ്ണി, അവനെ വിളിച്ചോണ്ട് പോ. ഏയ്, ഇവൻ ശരിയാവില്ല സാറേ. നിങ്ങൾ വളം വെച്ച് കൊടുക്കും തോറും അവൻ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. അങ്ങനെ അങ്ങ് എഴുതിത്തള്ളാൻ വരട്ടെ, അവൻ നന്നാവും. അങ്ങനെ ആശിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? ഇത് ഇവിടം കൊണ്ട് അങ്ങ് തീരാൻ പോണില്ല. ചന്ദ്രൻ കുഞ്ഞു വിട്ടുകൊടുക്കില്ല. കണ്ടോ, ഇവിടെ ചോര വീഴും. നിങ്ങൾ ഈ കണ്ടവരുടെ പുറകെ നടക്കുന്നതിന് പകരം ഒരു പരാതി എഴുതി യൂണിയനിലോട്ട് താ. കാലം മാറി. ഇപ്പോൾ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണണോ? രാഷ്ട്രീയവൽക്കരിക്കണം. നിങ്ങൾ എന്ത് കളിച്ചാലും ശരി, ഗോവിന്ദൻകുട്ടിയുടെ കൂടെ തൊടാൻ പറ്റില്ല. അതേ, ഇനം വേറെയാ. ഇനം ഏതാണെന്ന് ആർക്കറിയാം? ഓർമ്മയായ കാലം തൊട്ട് തന്തയാരെന്ന് തപ്പി തുടങ്ങിയത്. ആദ്യം അവനോട് പോയി അത് കണ്ടുപിടിക്കാൻ പറയുക, എന്നിട്ട് തീരുമാനിക്കാം ഇനം. എന്റെ തിരുമേനി, ഗോവിന്ദൻകുട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ. താൻ കണ്ടിട്ടുണ്ടോ? കാണണ്ടല്ലോ, കേട്ടാൽ അറിയാലോ. ഊര് വിറപ്പിച്ച ചട്ടമ്പിയായിരുന്നു അദ്രുമാൻ. ഉത്സവ പറമ്പിലേ 2 പോലീസുകാരെയാ വെട്ടി മലത്തിയത്. സാക്ഷി പറയാനേ ഒരുത്തനും ഉണ്ടായില്ല. ആ അദ്രുമാനെയാണ് ഈ ഗോവിന്ദൻകുട്ടിയുടെ തന്ത വണ്ടിത്താഴത്ത് നിന്ന് ചന്തക്കട വഴി പുത്തൻകവല വരെ ഇട്ട് ഇടിച്ചത്. ഒടിഞ്ഞ കാലം തൂക്കി രാഖി രാമായണം പെണ്ണും പിള്ളയും കുട്ടികളുമായിട്ട് ഓടി നാട് വിട്ടുപോയി അദ്രുമാൻ. അതാ ഇനം. വിത്ത് ഗുണം കുറച്ചെങ്കിലും കാണാണ്ടിരിക്കുവോ? പറഞ്ഞു കേട്ട അമ്മൂമ്മ കഥകൾ കൊണ്ട് കളയേണ്ടതായരെ. അത്ര ചുണയുള്ള ഒരാണാണെങ്കിൽ കൊള്ളാവുന്ന വീട്ടിലൊരു പെണ്ണിനെ പഴപ്പിച്ചിട്ട് എന്തിനാവും നാട് വിട്ട്? അത് അയാളോട് ചോദിക്കണം. ഇയാള് വലിയ വക്കാലത്ത് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. ആരും കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ചന്ദ്രൻ കുഞ്ഞൊന്നും മൂളിയാ മതി. ചിങ്കിടികളല്ല, സാക്ഷാൽ ടൈഗർ ആന്റണി നേരിട്ട് വരും. ഇദ്ദേഹം പോയിന്ന് കുട്ടിയുടെ ജഡം വണ്ടിത്താഴത്തടിക്കും. നമ്പൂരിന്ന് എണീറ്റേ. എഴുന്നേൽക്കോ? എന്തിനാ? വേറൊന്നുമല്ല, പണപ്പെട്ടി കണ്ടാലേ അറിയാണ്ട് കൈ നീളും, ദുശീലം കൊണ്ടേ. എടോ പേട്ട നേരെ ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറഞ്ഞുണ്ടല്ലോ. എനിക്ക് മനസ്സിലാകാത്ത അതല്ല, ഇയാൾക്ക് എന്തിന്റെ കഴപ്പ ഈ അപ്പൂന്? ആർക്കോ പിറന്നൊരു കുരുത്തദോഷി, പിന്നെ ഒരു പീറ നമ്പൂരിച്ചക്കൻ. അവരാണോ വലുത്? സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ച ഞാനാണോ? ഇന്നറിയണം എനിക്ക്. അതെന്തൊരു ചോദ്യ? ഗോവിന്ദൻകുട്ടി അവന്റെ തള്ളയും കഴിച്ചല്ലേ ഉള്ളൂ അപ്പേട്ടന് മറ്റാരും. പിഴച്ച് പറ്റെങ്കിലും മുറപ്പെണ്ണല്ലാണ്ടാവോ? അല്ല പരമേശ്വരൻ നായരെ, ഞാൻ കെട്ടിക്കേറി വന്നവൻ. കൂടി വന്നാൽ എനിക്കിങ്ങനെ വായിട്ടലയ്ക്കാം. നേരിട്ട് അവകാശികളുണ്ടല്ലോ, തലയ്ക്ക് മൂത്തോര്. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ഞാൻ പറയാഞ്ഞിട്ടല്ല, ഇവിടത്തെ കാര്യങ്ങൾ നോക്കി അന്തസ്സായിട്ട് ഒരു കാരണവരെ പോലെ ഇരുന്ന പോരെ അപ്പൂന്. ഇനി എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ 100 ന്യായങ്ങൾ എഴുന്നള്ളിക്കും. ആരും ഒന്നും പറയണ്ട, കൈയും കെട്ടി നിന്നോളൂ. അവരെ അവനെയും കൂട്ടി അങ്ങോരു അവസാനം ഇവിടെ കയറ്റി താമസിപ്പിക്കും. അതാ ഉണ്ടാവും പോണേ. അന്ന് ഇറങ്ങും ഞാൻ ഇവിടുന്ന്. കാശും പണവും കണ്ടിട്ടൊന്നുമല്ല കാരണവന്മാർ ഈ ബന്ധം ഉറപ്പിച്ചത്. തറവാടിന്റെ പ്രതാപം കണ്ടിട്ടാ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഈ കാര്യത്തിൽ ഞാൻ അളിയന്റെ കൂടെയാ. പണ്ടൊരുത്തി ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് ആയുഷ്കാലം മുഴുവൻ ചുവന്നോളാന്ന് ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കും. എന്നാ നീയുണ്ട്. അല്ല പിന്നെ എന്താ? മറ്റുള്ളവരോട് കാണിക്കണേന്റെ 4-1 സ്നേഹം ഞങ്ങളോട് കാണിച്ചോടെ അപ്പൂന്. ഇപ്പൊ കുറ്റം എന്റെ മോനും അവന്റെ അച്ഛനും.
നീ എതിര് നിന്നപ്പോ അങ്ങേർക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലാണ്ടായില്ലേ? അവനവൻ നിൽക്കേണ്ടിടത്ത് നിന്നാൽ ആരും ആരും അല്ലാണ്ടാവില്ല. ആരെ ആരെ ആരാ നിൽക്കുന്നിടം മറക്കുന്നേ? ഞാനോ? നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. അതാ ചരിത്രം. ചേച്ചി എന്താ പറഞ്ഞത്? മറ്റുള്ളവരെന്ന് അല്ലേ? എന്നാ ഗോവിന്ദൻകുട്ടിയും അവന്റെ അമ്മയും എനിക്ക് അങ്ങനെയല്ല എന്നും. പിന്നെ എന്നെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് പകരം ഭർത്താവിന് നല്ല 2 വാക്ക് പറഞ്ഞു കൊടുക്കും. ആ നന്ദിനി, തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും ആ ചാവടിലിട്ട് വെച്ചേക്ക്. കുടിക്കാൻ കുറച്ച് വെള്ളവും കൊണ്ടു കൊടുക്കടി. വീട്ടിലെ കാരണം ഒരു കള്ളു കുടിച്ച് ചത്തുന്ന് പറയിപ്പിക്കണമല്ലോ. എന്തായാലും ചത്ത് കിട്ടുന്നവരെ ചുമന്നല്ലേ പറ്റൂ. ഒപ്പിന് വിലയുണ്ടല്ലോ. അമ്മ എന്തിനാ ഈ രാത്രിയില് ഇപ്പൊ ഇങ്ങോട്ട് വന്ന? പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ല. വെളുപ്പാങ്കാലം മുതൽ ഉഴുതു മറിച്ചിട്ട് ഇനി 2 ചാല് ബാക്കിയാ. ഇന്ന് പണി തീർത്ത് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റതാ. അതിനിടെ പിറന്നാളിന്റെ കാര്യം ഓർത്തില്ല. ഓർക്കൂലെന്നറിയാം. അത്താഴം ഉണ്ണാനും വന്നില്ലെങ്കിലോ എന്ന് കരുതിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ദാ 2 ആൾക്കുണ്ട്. അമ്മ നിക്കേ. ഉണ്ണി നമ്പർ ഒരു കാര്യം ചെയ്യും. ഇനി 2 ചാലല്ലേ ഉള്ളൂ, ഒരു 15 മിനിറ്റ്. അത് കഴിഞ്ഞ് വണ്ടി ഷെഡിൽ ഇട്ടിട്ട് വയ്ക്കോ. അമ്മ ഇനി രാത്രി ഒറ്റയ്ക്ക് വേണ്ട. ഇത് 2 ആൾക്കുള്ളതുണ്ട് ഇല്ലത്തേക്ക്. ശരി. അപ്പോളേ ഇത് എഴുതി പിടിച്ചാലും നിർത്തുക. നീ എവിടെയെങ്കിലും പിടിച്ച് നിർത്ത്. ഞാൻ എവിടെങ്കിലും കൊണ്ടെങ്കിൽ ഇടിച്ചു നിർത്തും. കാണുന്നവരോടൊക്കെ തല്ലുകൂടി നടക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാ? അമ്മ തന്നെയല്ലേ പറയാറ്, തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അഭയം തന്നത് ആ വലിയ നമ്പൂതിരിയാ, ഈ ജന്മം കൊണ്ട് തീരുന്ന കടപ്പാടല്ല എന്നൊക്കെ. ആ ഇല്ലത്തെ ഉണ്ണിയോട് അവന്മാരി ചെറ്റത്തരം കാണിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. വേണ്ടതിലേറെ സ്വത്തുണ്ടല്ലോ തറവാട്ടില്, പിന്നെ എന്തിനാ ഈ പാവത്തങ്ങളെ പിടിച്ചു പറിക്കാൻ നോക്കുന്നത്? നല്ലതിനായാലും ചീത്തയ്ക്കായാലും വഴക്കെന്നും സ്വന്തക്കാരോടല്ലേ. അതാ എന്റെ വിഷമം. സ്വന്തം എന്ന് അമ്മയ്ക്കും എനിക്കും തോന്നിയാൽ മതിയോ? എല്ലാം സ്ഥാപിക്കാനല്ലേ അവരുടെ ശ്രമം. പിഴച്ചു പറ്റവൻ, തന്തയ്ക്ക് പറക്കാത്തവൻ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇതിനൊക്കെ കൈ കൊണ്ട് മറുപടി പറയാൻ പറ്റൂ, തെമ്മാടിത്തരം കൊണ്ടും. അതാ ഞാനിങ്ങനെ ആയത്. ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ സ്വൈര്യം കിട്ടൂ. അതെങ്ങനാ? അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, കാത്തിരിക്കല്ലേ എപ്പോഴും. അയാൾ വരില്ലമ്മേ. വന്നാ കുത്തി കീറാൻ പ്രായപൂർത്തിയായ മകൻ എലി കത്തിയും വെച്ച് കാത്തിരിപ്പുണ്ടെന്ന് കേട്ട് കാണും. വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല. എനിക്കും ആരോടെങ്കിലും പറയണ്ടേ? അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല.